എൻ്റെ പേര് നൗഷാദ് എന്നാണ്. ഞാൻ പിന്നെ വളരെ ചെറുപ്പത്തിൽ 9ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ആക്സിഡൻറ്റ് മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് അങ്ങനെ വയറിനും തലക്കും കാലിനും ഒക്കെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്നു. അങ്ങനെ 6 ഓപ്പറേഷൻ ഊരൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് എനിക്കൊരു ജോലി ചെയ്യാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ശാരീരികമായിട്ടും വളരെ പ്രയാസത്തിലാണ്. അപ്പോൾ എനിക്കൊരു തൊഴിൽ ചെയ്യേണ്ട ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു മുച്ചക്ര സ്കൂട്ടറിന് ആവശ്യമായിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. ഇതായിട്ടില്ല. പിന്നെ എനിക്ക് പരിഗണിച്ചത് തന്നെ ഇലക്ട്രിക് വീൽ ചെയറാണ്. ഇലക്ട്രിക് വീൽ ചെയർ പരാറിൻ്റെ തളർന്ന് കിടക്കുന്ന ആളുകൾക്ക് കൊടുക്കേണ്ടതാണ്. അത് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഞാൻ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് പരിഗണനയിൽ അവരെടുത്തിട്ടില്ല. എനിക്കൊരു മുച്ചക്ര സ്കൂട്ടറാണ് അവർ തരേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ വീൽ ചെയർ ആയ സ്ഥിതിക്ക് തന്നെ അന്ന് മുതലേ ഞാൻ അപേക്ഷ പരിഗണിക്കാൻ വേണ്ടിയിട്ട് കുറേ വർഷങ്ങളായിട്ട് ഞാൻ അപേക്ഷ കൊടുത്തു. എല്ലാ ക്യാമ്പുകളിലും കൊടുത്തു. പിന്നെ പല ക്യാമ്പുകളും പഞ്ചായത്തിൽ വീണ്ടും വന്നിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ കൊടുത്തിട്ട് എനിക്ക് പരിഗണന ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ ഈ അവസ്ഥ വെച്ചുകൊണ്ട് ഞാൻ പത്രത്തിൽ ഞാനൊരു വാർത്ത കൊടുത്തു. പീപ്പിൾ ഫൗണ്ടേഷൻ സംഘടന ഇത് കണ്ടതിന് ശേഷം അവർ എനിക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു വാഹനം പാസ്സാക്കി തന്നതാണ്. അപ്പോൾ എനിക്ക് വളരെയധികം ഉപകാരമാണ് എനിക്ക് കിട്ടിയത് അവരുടെ അടുത്ത് നിന്നും. പീപ്പിൾ ഫൗണ്ടേഷൻ ആവിഷ്കരിച്ച ഒരു പുതിയ പദ്ധതിയാണ് ഉയരെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ പ്രിയപ്പെട്ടവരെ എന്ന പദ്ധതി. ഈ പദ്ധതി യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് വിവിധ കാരണങ്ങളാൽ അരക്കു താഴെ തളർന്ന സഹോദരങ്ങൾ, അവർ കുടുംബനാഥന്മാരായിട്ടുള്ള കുടുംബങ്ങളുടെ പുനരധിവാസമാണ്. അതിൽ അവരുടെ കുടുംബത്തെ സജീവതയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ പ്രോജക്റ്റ് ലക്ഷ്യമിടുന്നത്. അതിൽ വളരെ പ്രാധാന്യം നൽകുന്ന ഒരു പ്രോജക്റ്റ് അവരുടെ കുടുംബങ്ങളുടെ വരുമാന മാർഗ്ഗങ്ങൾ ഉറപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാരാപ്ലീജിക്കായിട്ടുള്ള ആളുകൾക്ക് ജോലി ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ ഒരാൾക്ക് തൊഴിൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ കുടുംബത്തിൻ്റെ വരുമാന മാർഗ്ഗം ഉറപ്പിക്കുക എന്നതാണ് ഈ പ്രോജക്റ്റിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പോണൻറ്റ്. അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായ സ്കിൽ ഡെവലപ്മെൻറ്റ്, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ ചികിത്സ, അവരുടെ ചില എൻ്റർടൈൻമെൻറ്റ് പരിപാടികൾ, അതുപോലെ തന്നെ വിവിധ തലങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകൾക്കുള്ള അവാർഡുകൾ, അങ്ങനെയുള്ള വിവിധ കോമ്പോണൻറ്റ്സ് ഉൾപ്പെടെ 8 കോമ്പോണൻറ്റുകളോടുകൂടിയാണ് ഈ പരിപാടി നടപ്പിലാക്കുന്നത്. 3 വർഷമാണ് ഈ പ്രോജക്റ്റിൻ്റെ കാലാവധി. 3 വർഷം കൊണ്ട് 400 കുടുംബങ്ങളെ, ഈ രൂപത്തിലുള്ള 400 കുടുംബങ്ങളുടെ പുനരധിവാസമാണ് പീപ്പിൾ ഫൗണ്ടേഷൻ ലക്ഷ്യമിടുന്നത്. മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിയിൽ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെ അധികം സന്തോഷമുണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു ഉപാധിയായിട്ട് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാൻ, ഇനിയിപ്പോൾ എന്തെങ്കിലും ചായ അല്ലെങ്കിൽ പിന്നെ ലിക്വിഡുകളോ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഞാനിതിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. സർവശക്തനായ റബ്ബ് അതിനുള്ള പ്രതിഫലം അള്ളാഹു അതിന് നൽകട്ടെ. അതിനുവേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും.